ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. അതായത് നമുക്കിന്ന് സബ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ബേസ് ചെയ്ത് നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി നോക്കാം. അപ്പോൾ സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒറിജിനലി ഒരു ഗ്രാഫ് നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ ആദ്യം എടുക്കണം. ആ ഗ്രാഫ് G = V, E എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമ്മൾ വി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഡിനോട്ട്സ് ദ സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ്. പിന്നെ ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഡ്ജസ്. നമ്മൾ ഇതിൽ ഈ ഗ്രാഫിൽ നിന്ന്, അതായത് ഒറിജിനൽ ഗ്രാഫിൽ നിന്ന് വേറൊരു ഗ്രാഫ് നമ്മൾ ഫോം ചെയ്ത് എടുക്കുവാണ്. വേറൊരു ഗ്രാഫ് ഫോം ചെയ്യുമ്പോൾ ഇതിനേക്കാളും നമ്മൾ എടുക്കുന്ന വേർട്ടിസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം. എങ്ങനെ വേണമെങ്കിലും വരാം. ഇനി നമ്പർ ഓഫ് എഡ്ജസ്, അതുപോലെ തന്നെ എഡ്ജസ് സെയിം നമ്പർ ഓഫ് എഡ്ജസും വരാം, അതല്ല എന്താണ് എഡ്ജസ് കുറവായിട്ടും വരാം. ഇനി വേർട്ടിസസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു വെർട്ടെക്സ് കുറയുവാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് എഡ്ജും കുറയും. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വേറൊരു ഗ്രാഫാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ആ വേറൊരു ഗ്രാഫിനെ നമ്മൾ H = V1, E1 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? സബ് ഗ്രാഫിൻ്റെ കണ്ടീഷൻ വേർ V1 is a subset of V and E1 is a subset of E. അതായത് വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ്, ചിലപ്പോൾ ഒറിജിനൽ ഗ്രാഫിൽ 10 വേർട്ടിസസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ സബ് ഗ്രാഫ് എടുക്കുമ്പോൾ ചിലപ്പോൾ 10 വേർട്ടിസസ് നമുക്ക് എടുക്കാം, ബട്ട് സംടൈംസ് നമ്പർ ഓഫ് എഡ്ജസ് നമുക്ക് കുറയ്ക്കാമായിരിക്കാം. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഗ്രാഫ്, അപ്പോൾ അതായത് വേർട്ടിസസ് ഈസ് എ സബ്സെറ്റ് ഓഫ് V and also when we consider a new graph, നമ്മളൊരു പുതിയ ഗ്രാഫ് എടുക്കുമ്പോൾ എഡ്ജസും അതേപോലെ തന്നെ ഒറിജിനൽ എഡ്ജ് സെറ്റിൻ്റെ സബ് ഗ്രാഫായിട്ട് നമ്മൾ എടുക്കും, അതായത് സബ്സെറ്റായിട്ട് എടുക്കുവാണ്. അപ്പോൾ ഒരു H എന്ന് പറയുന്ന ഗ്രാഫിനെ നമ്മൾ സബ് ഗ്രാഫായിട്ട് എടുക്കുവാണെങ്കിൽ, H സബ് ഗ്രാഫ് ആണെങ്കിൽ, അപ്പോൾ ഒറിജിനൽ ഗ്രാഫ് G എന്താണ്? G എന്ന് പറയുന്നത് സൂപ്പർ ഗ്രാഫാണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. പിന്നെ ഇവിടെ ഒരു സ്പാനിങ് സബ് ഗ്രാഫ് എന്ന ആ സംഭവം നമുക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് എന്താണ് സബ് ഗ്രാഫ് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രാഫിൽ ഞാൻ എന്താണ് എടുത്തിരിക്കുന്നത്? ABCDEF എന്ന വേർട്ടെക്സ് ആണ് എടുത്തിരിക്കുന്നത്, വേർട്ടിസസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് വേർട്ടിസസ് ഹൗ മെനി? ഇറ്റ് ഈസ് നമ്പർ ഓഫ് വേർട്ടിസസ് ഈസ് ഈക്വൽ ടു 6 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് എഡ്ജസ് നമുക്കൊന്ന് നോക്കിക്കേ. നമ്പർ ഓഫ് എഡ്ജസ് = എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9. സോ 9 എഡ്ജസും വരുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ സ്പാനിങ് സബ് ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫ് എടുക്കാം. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രാഫിൽ എന്താണ് വന്നിരിക്കുന്നത്? ABC, അതായത് എൻ്റെ വേർട്ടെക്സ് സെറ്റ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, അതേ വേർട്ടിസസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ്? അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 6ഉം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് എത്ര എണ്ണം വരുന്നുണ്ട്? 3 ആൻഡ് ഹിയർ 3. അപ്പോൾ ടോട്ടലി 6 എഡ്ജസ് ആണ്. അപ്പോൾ 3 എഡ്ജസ് നമ്മളിവിടെ കുറച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ഒരു സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇത് ഒരു സബ് ഗ്രാഫാണ്. കാരണം ഇതിലെ വേർട്ടിസസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, പക്ഷേ ഇവിടെ ഈ ഗ്രാഫിനകത്ത് വേർട്ടിസസ് കുറഞ്ഞിട്ടില്ല, ബട്ട് എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് ആണ് കുറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. H is called a spanning subgraph of G if V1 is equal to V and E1 is a subset of E. നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 6നെ നമ്മൾ എന്താണ്? കാരണം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? 9. അതിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? 6. ഇനി വേണമെങ്കിൽ ഇത് മാത്രമല്ല, വേറെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതായത് സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ്, നമ്മൾ ഇതിൽ നിന്ന് തന്നെ വരയ്ക്കുവാണ്. ഇനി ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് ഒരു സബ് ഗ്രാഫ് ആണോ? അതായത് ABC ഇത് ഒരു സബ് ഗ്രാഫ് ആണോ? ആണ്. ഇത് സപ്പോസ് H1 ആണ് എടുക്കുന്നതെങ്കിൽ H1ഉം ഒരു സബ് ഗ്രാഫ് തന്നെയാണ്. നമ്പർ ഓഫ് വേർട്ടിസസ് 3, നമ്പർ ഓഫ് എഡ്ജസും 3 ആണ്. ഇതെല്ലാം ഒരു സബ് ഗ്രാഫാണ്. ഇനി വേറൊരു ഡൗട്ട് വരുന്നുണ്ട്. സപ്പോസ് നമ്പർ ഓഫ് വേർട്ടിസസും, അതായത് V1 is equal to നമ്പർ ഓഫ്
vertex in the set V and number of edges in E1 is equal to the number of edges. Suppose അതായത് വേർട്ടെക്സ് നമ്മൾ എടുക്കുമ്പോൾ വേർട്ടിസസും അതേ വേർട്ടിസസ് തന്നെയാണ് എടുക്കുന്നത്, എഡ്ജസും അതേ എഡ്ജസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഗ്രാഫ് ഒരു സബ് ഗ്രാഫ് ആണോ അല്ലയോ? ആണ്. കാരണം എന്താണ്, നമ്മൾ ഇങ്ങനത്തെ ഗ്രാഫ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് ഒറിജിനൽ ഗ്രാഫ് തന്നെയല്ലേ വരിക? വേർട്ടെക്സ് സെറ്റ് സെയിം ആണ്, എഡ്ജസും സെയിം ആണ്, എങ്കിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് തന്നെയായിരിക്കും വരുന്നത്. ഒറിജിനൽ ഗ്രാഫ് ഒരു സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഒറിജിനൽ ഗ്രാഫ് ഇറ്റ് സെൽഫ് ഇസ് എ സബ് ഗ്രാഫ് ആണ്. ആ ഒരു കണ്ടീഷൻ കൂടി മറക്കരുത് എപ്പോഴും. അപ്പോൾ നമ്മളിവിടെ സബ് ഗ്രാഫ് എടുത്ത സമയത്ത് നമ്മൾ വേറൊരു ഗ്രാഫ് എടുത്തിട്ട് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ദ വേർട്ടെക്സ് സെറ്റ് V1 ഇസ് എ സബ്സെറ്റ് ഓഫ് V ആൻഡ് ദ എഡ്ജ് സെറ്റ് E1 ഇസ് എ സബ്സെറ്റ് ഓഫ് E എന്ന് പറയുന്നതിൽ എല്ലാ മീനിങ്ങും വരുന്നുണ്ട്. അതാണ് ഈ ഒരു നൊട്ടേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി H സബ് ഗ്രാഫ് ആണെങ്കിൽ G എന്താണ്? സൂപ്പർ ഗ്രാഫ്. ഇനി സ്പാനിങ് സബ് ഗ്രാഫ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ്, അതായത് വേർട്ടിസസ് നമുക്ക് സെയിം ആണ്, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ്, അതായത് നമ്പർ ഓഫ് എഡ്ജസ് വന്നിട്ട് കുറവായിരിക്കും. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അല്ലേ? കാരണം നമ്പർ ഓഫ് വേർട്ടിസസ് സെയിം ആണ്, നമ്പർ ഓഫ് വേർട്ടെക്സ് ഇൻ വിയും നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ V1 സെയിം ആണ്, നമ്പർ ഓഫ് വേർട്ടിസസ് സെയിം ആണ്, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് നോക്കിക്കേ, ഇവിടെ 9 എഡ്ജസ്, ഇവിടെ 6 എഡ്ജസ്. അപ്പോൾ ഈ ഗ്രാഫ് സബ് ഗ്രാഫ് മാത്രമല്ല, എന്താണ്, അല്ലാണ്ട് തന്നെ ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫും കൂടിയാണ്. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസിൽ ഒരു മാറ്റവും വരാൻ പാടില്ല, അത് അതേപടി തന്നെ വരണം. അപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വേർട്ടിസസ് ഈക്വൽ ആയിരിക്കണം, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് കുറയാം. അപ്പോൾ ഈ ഗ്രാഫ് ഞാനിവിടെ പറഞ്ഞു. ഇനി വേറെ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തതിൽ ഇത് ഒരു സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇത് ഒരു സബ് ഗ്രാഫ് ആണ്. ഇനി അത് മാത്രമല്ല, ഇനി ഈ ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ABCDEF എന്ന് വരുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ സ്പാനിങ് സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, സ്പാനിങ് സബ് ഗ്രാഫ് ആണ്. ബട്ട് ഈ ഒരു ഗ്രാഫ് ABC മാത്രം എടുത്തത് സബ് ഗ്രാഫ് ആണോ? ആണ്. ഇത് ഒരു സബ് ഗ്രാഫ് ആണ്, ബട്ട് ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ? ഇല്ല. കാരണം ഇത് സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. ഈ ഗ്രാഫ് H1 സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ് 3 ഉള്ളൂ, ബട്ട് നമ്പർ ഓഫ് വേർട്ടിസസ് എത്ര വരണം? 6 വരണം. അതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിളും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അടുത്ത എക്സാമ്പിൾ തന്നെ സ്പാനിങ് സബ് ഗ്രാഫിൻ്റെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മുടെ വേർട്ടിസസ് എന്തായിരിക്കണം? വേർട്ടിസസ് ഈക്വൽ ആയിരിക്കണം, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു ഏറ്റവും ഒരു സിമ്പിളായിട്ടൊരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ABCDF. അതിൽ എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? 1 2 3 4 5 വേർട്ടിസസ് വരുന്നുണ്ട്. ഇനി സ്പാനിങ് സബ് ഗ്രാഫ് എടുക്കുമ്പോൾ വേർട്ടിസസ് എല്ലാത്തിലും അതേപടി തന്നെ വരണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ദാണ്ട ഫസ്റ്റ് ഗ്രാഫ്, ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിരിക്കുന്നു. ഈ ഗ്രാഫ് എടുത്തപ്പോൾ ഇറ്റ് സെൽഫ് അത് ഏത് ഗ്രാഫാണ്? സെയിം ഗ്രാഫ് തന്നെയാണ്, G തന്നെയാണ്. ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് സെയിം ഗ്രാഫാണ്, അതൊരു സ്പാനിങ് സബ് ഗ്രാഫാണ്. എന്തുകൊണ്ട് അതൊരു ഒറിജിനൽ ഗ്രാഫ് ഒരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ എന്നും ഒരു ക്വസ്റ്റ്യൻ വരാം. ആണ്. കാരണം നമ്പർ ഓഫ് വേർട്ടിസസും ഈക്വൽ ആണ്, നമ്പർ ഓഫ് എഡ്ജസും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഒറിജിനൽ ഗ്രാഫ് തന്നെയല്ലേ വരിക? അപ്പോൾ അതൊരു സ്പാനിങ് സബ് ഗ്രാഫാണ്. ഇനി അടുത്ത വേർട്ടെക്സിൽ അടുത്ത ഗ്രാഫ് നോക്കുമ്പോൾ നമ്പർ 2 നോക്കുമ്പോൾ ABCD, അതിൽ AB എന്ന് പറയുന്ന എഡ്ജില്ല, BC എന്ന എഡ്ജില്ല, ബട്ട് എല്ലാ വേർട്ടിസസും ഉണ്ടോ? 5 വേർട്ടിസസും ഉണ്ട്, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് വരുന്നത്? ഓൺലി 2 എഡ്ജസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ? ആണ്. ഇനി അടുത്തൊരു ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഒരു എഡ്ജ് കണക്റ്റ് ആവുന്നില്ല, Aയും Dയും എന്ന എഡ്ജ് കണക്റ്റ് ആവുന്നില്ല, ബട്ട് ബാക്കി എല്ലാ വേർട്ടിസസും ഉണ്ട്, ഓൺലി 1 എഡ്ജസ് ലെഫ്റ്റ് ഓവർ, ഒരു എഡ്ജ് കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ? ആണ്. ഇതൊരു സബ് ഗ്രാഫ് ആണോ? ആണ്. അതൊരു സബ് ഗ്രാഫും കൂടിയാണ്. അപ്പോൾ അടുത്തത് 1-2 എക്സാമ്പിൾസ് കൂടി ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഒരേ ഗ്രാഫിൽ തന്നെ പല രീതിയിലുള്ള സ്പാനിങ് സബ് ഗ്രാഫ് ഇവിടെ ചെയ്തിരിക്കുവാണ്. ഇതിൽ ഈ ഒരു എഡ്ജ് ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഇതൊരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ? ആണ്. ഈ ഗ്രാഫിലും എല്ലാ വേർട്ടിസസും ഉണ്ടോ? ഉണ്ട്. ബട്ട് എത്ര എഡ്ജസ് ഇല്ല? 2 എഡ്ജസ് ഇല്ല. സ്പാനിങ് സബ് ഗ്രാഫ് ആണോ? ആണ്. സബ് ഗ്രാഫ് ആണോ? ആണ്. സബ് ഗ്രാഫ് ആണ്.
ഇനി അടുത്തത് ഈ ഒരു എഡ്ജസ് എടുക്കുമ്പോൾ തന്നെ ഇതിൽ എയും ഇയും കണക്റ്റഡ് അല്ല, ബിയും സിയും കണക്റ്റഡ് അല്ല, ബട്ട് എല്ലാ വേർട്ടിസസും ഉണ്ട്. ഇറ്റ് ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ്. ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഇൻ ദിസ് സ്പാനിങ് സബ് ഗ്രാഫ്. അപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫ് എടുക്കുമ്പോൾ എഡ്ജസ് നമ്പർ ഓഫ് വേർട്ടിസസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതേസമയം നമ്പർ ഓഫ് എഡ്ജസ് അതേപോലെ തന്നെ എന്തായിരിക്കണം? നമ്പർ ഓഫ് എഡ്ജസ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഇസ് എ സബ്സെറ്റ്, അതായത് E1 ഇസ് എ സബ്സെറ്റ് ഓഫ് E എന്ന കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്പാനിങ് സബ് ഗ്രാഫ്. ബട്ട് ഓൺലി വൺ കണ്ടീഷൻ, ദ വേർട്ടെക്സ് സെറ്റ് V1 ഷുഡ് ബി ഈക്വൽ ടു V എന്ന കണ്ടീഷൻ. ഓൾ ദ വേർട്ടിസസ് ഷുഡ് ബി പ്രസൻറ്റ്. സച്ച് എ ഗ്രാഫ് ഇസ് നോൺ ആസ് എ സ്പാനിങ് സബ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രാഫ് നോക്കിക്കേ. ഈ ഗ്രാഫ് എടുക്കുമ്പോൾ ഇതിൽ എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? 1 2 3 4 and 5. So 5 vertices. 5 vertices എടുക്കുമ്പോൾ ഇതൊരു ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ 5 vertices. Number of vertices is equal to 5 and number of edges equal to how many edges? ഇവിടെ 4 edges വരുന്നുണ്ട്, അല്ലാണ്ട് 4. ടോട്ടലി 8 എഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരു ഗ്രാഫ് ഇവിടെ H എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫാണോ? ഇല്ല. കാരണം എല്ലാ നമ്പർ ഓഫ് വേർട്ടിസസ് 5 നമ്പർ ഓഫ് എഡ്ജസ് ഇല്ല. കാരണം ഇവിടെ വരുന്ന നമ്പർ ഓഫ് വേർട്ടെക്സ് എന്ന് പറയുന്നത് Hനെ നമുക്ക് V1 E1 എന്ന് എടുക്കാം. ഇതിൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ V1 is 3 and number of edges in E1 is also 3. Here in this graph നമ്പർ ഓഫ് വേർട്ടിസസ് ഇത് നമുക്ക് V2 E2 എന്നെടുക്കാം. ഇതിൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ V2 എത്ര വരുന്നുണ്ട്? 2 and number of edges is 1. അപ്പോൾ ഈ ഗ്രാഫ് ഒരു സ്പാനിങ് സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്പർ ഓഫ് വേർട്ടിസസ് എന്തായിരിക്കണം? 5 ആയിരിക്കണം. ബട്ട് ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് 3, ഇവിടെ വരുന്നത് 2. അപ്പോൾ ഇതൊരു സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. ബട്ട് ഇതൊരു സബ് ഗ്രാഫ് ആണോ? യെസ്. ദ ഗിവൺ ഗ്രാഫ്, അതായത് ദ ഗിവൺ ഗ്രാഫ് ഏതൊക്കെയാണ്? നമ്മുടെ ഗ്രാഫ് Hഉം H ഡാഷ്, H and H dash are subgraphs. They are all subgraphs. Are they spanning subgraphs? No, but not a spanning subgraph. ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. അപ്പോൾ ഓർക്കണം, സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ബട്ട് നോട്ട് എ സ്പാനിങ് സബ് ഗ്രാഫ്. സോ ഇതൊരു ഗ്രാഫാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഒരു നെയിംഡ് ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ പേരെന്ന് പറയുന്നത് പീറ്റർസൺ ഗ്രാഫാണ്. സപ്പോസ് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ഗ്രാഫ് തരാതെ വെറുതെ പീറ്റർസൺ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം. പീറ്റർസൺ ഗ്രാഫ് എന്ന് പറയുമ്പോൾ 10 വേർട്ടിസസ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, 10 വേർട്ടിസസ് നമുക്ക് ഉണ്ടാവണം. വിത്ത് 15 എഡ്ജസ് ഓൾസോ നമുക്കിവിടെ വന്നിരിക്കണം. So the number of vertices is 10 and number of edges is 15. So this graph, അതായത് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫിൻ്റെ പേരെന്താണ് മറക്കരുത്. നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടത് ഈ ഗ്രാഫ് പീറ്റർസൺ ഗ്രാഫ് എന്നാണ് പേര്. അപ്പോൾ ഈ ഗ്രാഫിനെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അതായത് 10 വേർട്ടിസസ് എടുത്തിട്ട് നമ്മളിങ്ങനെ 15 എഡ്ജസ് വരത്തക്ക, ആദ്യം നടുക്കൊരു സ്റ്റാർ പോലെ വരച്ചിട്ട് അതിൽ നിന്ന് ഓരോ 5 എഡ്ജസ് കണക്ട് ചെയ്ത് അവിടുന്ന് ഓരോരോ വേർട്ടെക്സ് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫ് മറക്കരുത്, പീറ്റർസൺ ഗ്രാഫാണ്. ഇനി ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ഓരോരോ ഞാനിങ്ങനെ ABCD എന്ന നെയിമിങ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ ഇത് ഒരു സബ് ഗ്രാഫാണോ? നോക്കിക്കേ, A ഒരു സബ് ഗ്രാഫാണോ? A ഇസ് എ സബ് ഗ്രാഫ് ഓർ നോട്ട്? സബ് ഗ്രാഫാണോ സ്പാനിങ് സബ് ഗ്രാഫാണോ? നോക്കിക്കേ, സബ് ഗ്രാഫാണ്. ബട്ട് സ്പാനിങ് സബ് ഗ്രാഫാണോ? ഇല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ് കുറയുന്നുണ്ടല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ സ്പാനിങ് സബ് ഗ്രാഫ്. കാരണം 15 എഡ്ജസ് ഉണ്ടോ എന്ന് നോക്കണ്ട, ബട്ട് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് വേർട്ടിസസ് 10 വരണം. അത് നമുക്ക് ഇവിടെ ഇല്ല. സ്പാനിങ് സബ് ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. A എന്ന ഗ്രാഫ് സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. അടുത്ത ഗ്രാഫ് നോക്കുമ്പോൾ അത് ഒരു സബ് ഗ്രാഫ് ആണോ? B. Yes, it is a subgraph. But is it a spanning subgraph? No. അപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയേ ഉള്ളൂ നമുക്കിവിടെ? 5 വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് 5 ഉള്ളൂ. 10 വേർട്ടിസസ് വരണം, അതില്ല.
ഇനി അടുത്ത ഗ്രാഫ്, ഇറ്റ് ഈസ് നോട്ട് എ സ്പാനിങ് സബ് ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് 2 ഗ്രാഫും സബ് ഗ്രാഫാണ്, ബട്ട് നോട്ട് എ സ്പാനിങ് സബ് ഗ്രാഫ്. അടുത്ത ഗ്രാഫ് നോക്കാം. ഇതിൽ എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? 1 2 3 4 5. ദെൻ ഇവിടെ 1 2 3 4 5 10 വേർട്ടിസസ് ഉണ്ട്. ഇതിൽ നമ്പർ ഓഫ് വേർട്ടിസസ് 10 ആണ്, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് എത്ര വരുന്നുണ്ട്? 5 6 7 8 9 എഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ്. സോ ഇതിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ, പിന്നെ ഇതൊരു സബ് ഗ്രാഫാണോ ഈ ഗ്രാഫ്? ആണ്. അപ്പോൾ ABC എന്ന 3 ഗ്രാഫും സബ് ഗ്രാഫാണ്. ഇതിൽ സ്പാനിങ് സബ് ഗ്രാഫ് ഏതാണ്? C മാത്രമാണ് സ്പാനിങ് സബ് ഗ്രാഫ്. അപ്പോൾ പീറ്റർസൺ ഗ്രാഫ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. അടുത്ത ഡെഫിനിഷൻ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ സ്പാനിങ് സബ് ഗ്രാഫും സബ് ഗ്രാഫിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ ഗ്രാഫിൽ ഒറ്റ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അതായത് G = P, E എന്ന ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഒരു സബ് ഗ്രാഫ് എടുക്കുമ്പോൾ, G1 എന്ന സബ് ഗ്രാഫ് എടുക്കുമ്പോൾ അത് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണ് എന്ന് പറയണമെങ്കിൽ ഒരു എഡ്ജ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുക, UV എന്ന എഡ്ജ് എടുക്കുമ്പോൾ ആ UV എന്ന് പറയുന്നത് ആ വേർട്ടെക്സ് സെറ്റിൽ ഉണ്ടാവണം. ആ എഡ്ജ് അതിൻ്റെ വേർട്ടെക്സ് സെറ്റിൽ നിന്ന് വി സേ ദാറ്റ് V1 ഇൻഡ്യൂസസ് G1 as in G. എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഗ്രാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഈ ഗ്രാഫിൽ നമ്മുടെ വേർട്ടിസസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ നമ്പർ ഓഫ് വേർട്ടിസസ്, നമ്മളിപ്പോൾ കൗണ്ട് ഒന്നും ഇവിടെ വേണമെന്നില്ല, എന്നാലും ഞാൻ പറയുവാണ്. നമ്മുടെ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ്? 1 2 3 4 5 6 വേർട്ടിസസ് വരുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വരുന്നുണ്ട്? 1 2 3 4 5 എഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ ഞാനിവിടെ ഒരു വെർട്ടെക്സ് എടുക്കുവാണ്. ഇപ്പോൾ ഞാനിവിടെ G1 എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ ഞാൻ പറയുന്നു BCDE മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സബ് ഗ്രാഫിൽ BCDE എന്ന വെർട്ടെക്സ് മാത്രം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ BCDE എന്ന വെർട്ടെക്സ് മാത്രമേ ഞാനിവിടെ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി 2 വെർട്ടെക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയും എഫും. എ ആൻഡ് എഫ്. അപ്പോൾ ഞാൻ ഈ വെർട്ടെക്സ് രണ്ടും, അതായത് ഞാനൊരു വെർട്ടെക്സ് അവിടുന്ന് എടുക്കുവാണെങ്കിൽ ആ വെർട്ടെക്സ് ഞാൻ ആ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എഡ്ജും കൂടി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഒരു വെർട്ടെക്സ് സെറ്റ് അവിടെ വരുന്നില്ല, ഒരു വേർട്ടെക്സ് വരുന്നില്ല എങ്കിൽ ആ വെർട്ടെക്സിൽ നിന്ന് പോകുന്ന എഡ്ജസിനെയും റിമൂവ് ചെയ്ത് കളയണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എ ഇല്ല, എഫ് ഇല്ല. എയിൽ നിന്ന് പോകുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജാണ്. നമുക്ക് സപ്പോസ് E1 എന്ന് വയ്ക്കാം. ഇനി എഫിൽ നിന്ന് ഇയിലോട്ട് പോകുന്ന എഡ്ജിനെ E2 എന്ന് വയ്ക്കാം. ഞാൻ എ എന്ന വെർട്ടെക്സും എഫ് എന്ന വെർട്ടെക്സും ഈ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അതിലുള്ള കണക്റ്റഡ് ആയിട്ട് വരുന്ന എഡ്ജസ് ആയ E1ഉം E2ഉം കൂടി എടുത്ത് കളയണം. അത് ഇല്ലാണ്ട് ഒരു ഗ്രാഫ് നമ്മൾക്ക് വരുമ്പോൾ അപ്പോൾ BCDE എന്ന വേർട്ടിസസ് ആണ് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് മാത്രം കണക്ഷൻ വരുന്ന വേർട്ടിസസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി അപ്പോൾ ഇത് ഒരു എന്താണ്? ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണ്. ഫോർ എക്സാമ്പിൾ ഇനി അടുത്തത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി നോക്കുക. നമ്മുടെ ഗ്രാഫിൽ ഞാനിപ്പോൾ ABFE തരുവാണ്. ABFE എന്നാണ് തരുന്നത്. എന്നാൽ ഞാൻ സിയും ഡിയും തരുന്നില്ല. അപ്പോൾ എന്താണ് അർത്ഥം? അതിൻ്റെ സിയും ഡിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ അവിടുന്ന് പോകുന്ന കണക്റ്റഡ് വേർട്ടിസസ് കണക്റ്റഡ് എഡ്ജസിനെയും കൂടി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ സി എന്ന വേർട്ടെക്സും ഡി എന്ന വേർട്ടെക്സും. അപ്പോൾ CD എന്ന് പറയുമ്പോൾ ഈ എഡ്ജ് പോവും അല്ലേ? സിയിൽ നിന്ന് പോകുന്ന മറ്റൊരു എഡ്ജ് ഏതാ? ഈ ഒരു എഡ്ജ്, പിന്നെ ഈ ഒരു എഡ്ജ് C2E. അങ്ങനെ ഈ വേർട്ടിസസ് 2 വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര എഡ്ജസും കൂടി റിമൂവ് ചെയ്ത് കളയേണ്ടിയിരിക്കുന്നു? 3 എഡ്ജസും കൂടി റിമൂവ് ചെയ്ത് കളയണം.
അതായത് നമ്മളിവിടെ 2 വേർട്ടിസസ് റിമൂവ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയ 3 എഡ്ജസും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ റിമൈനിങ് ഗ്രാഫ് എന്ന് പറയുന്നത് A to B F2E എന്ന വേർട്ടെക്സ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വേർട്ടെക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു വെർട്ടെക്സ് ഇല്ല എങ്കിൽ ആ വെർട്ടെക്സിൽ നിന്ന് പോകുന്ന കണക്റ്റഡ് എഡ്ജസും കൂടി ചേർത്ത് റിമൂവ് ചെയ്ത് കളയണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ G2 എന്ന ഗ്രാഫ് എടുക്കുമ്പോൾ ABEF, അപ്പോൾ ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? ABEF വിച്ച് ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഞാൻ ഇവിടെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു ഗ്രാഫ് എടുക്കുമ്പോൾ V, E എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സപ്പോസ് ദർ ഇസ് എ സബ് ഗ്രാഫ് G1 is V1, E1 such that every edge of G where UV belongs to the vertex is also an edge. അതും ഒരു എഡ്ജാണെങ്കിൽ ആ എഡ്ജും കൂടി നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. ദെൻ G1 is a subgraph of G which is induced by V1 is denoted by the induced subgraphനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷനാണ് ഈ ഒരു നൊട്ടേഷൻ. സോ ഇൻഡ്യൂസ്ഡ് സബ്ഗ്രാഫ് V1 എന്നാണ് ഈ നൊട്ടേഷൻ തന്നാൽ അത് ഇൻഡ്യൂസ്ഡ് സബ്ഗ്രാഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫിൽ ആ വെർട്ടെക്സ് ഏത് വെർട്ടെക്സ് ആണോ ഇല്ലാത്തത് ആ വെർട്ടെക്സിൻ്റെ കൂടെ കണക്റ്റഡായിട്ട് വരുന്ന റിലേറ്റഡ് എഡ്ജസിനെയും കൂടി ചേർത്ത് ആ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കളയണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇവിടെ CD ആണെങ്കിൽ CDയുമായി കണക്റ്റഡായിട്ട് വരുന്ന Cയിൽ നിന്ന് പോകുന്ന എഡ്ജും Dയിൽ നിന്ന് പോകുന്ന എഡ്ജും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുമ്പോൾ ബാക്കി വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് സബ്ഗ്രാഫ്. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഈ ഗ്രാഫിൽ നമ്മുടെ ഇതാണല്ലോ ഗ്രാഫ്. ഇതിലിപ്പോൾ ഈ ഗ്രാഫിൽ ABED എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ 6 വേർട്ടിസസ് ഉണ്ട്, 5 എഡ്ജസ് ഉണ്ട് ഈ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വേറൊരു ഗ്രാഫ് നമ്മൾ നോക്കുവാണ്. ഇപ്പോൾ ഈ ഗ്രാഫിൻ്റെ കൂടെ ഒരു ഗ്രാഫ് ഞാൻ തന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഈ ഒരു ഗ്രാഫ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണോ എന്ന് ഞാനിവിടെ ചോദിക്കുവാണ്. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഏത് വെർട്ടെക്സ് ആണോ റിമൂവ് ചെയ്ത് കളയുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ എഡ്ജും റിമൂവ് ചെയ്ത് കളയണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഏത് വെർട്ടെക്സ് ആണ് മിസ്സിങ്? ഒന്ന് നോക്കിക്കേ. D എന്ന വെർട്ടെക്സ് ആണ് മിസ്സിങ് അല്ലേ? ഇപ്പോൾ D എന്ന വെർട്ടെക്സ് മിസ്സിങ് ആവുമ്പോൾ ആ വെർട്ടെക്സിൻ്റെ കൂടെയുള്ള CD എന്ന എഡ്ജും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. ശരിയാണല്ലോ? അപ്പോൾ D ഇവിടെ ഇല്ല, മിസ്സിങ് ആണ്, നമ്മൾ ആ എഡ്ജ് റിമൂവ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു എഡ്ജ് കൂടി കാണാനില്ലല്ലോ. അത് ഏതാ? അതായത് CE എന്ന എഡ്ജ് ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ CE എന്ന എഡ്ജ് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? അതിൻ്റെ എൻഡ് വേർട്ടെക്സും കൂടി റിമൂവ് ചെയ്ത് കളയണ്ടേ? എങ്കിലല്ലേ പറ്റത്തുള്ളൂ, എങ്കിലല്ലേ ആ ഗ്രാഫ് ശരിയാവുള്ളൂ. അപ്പോൾ ഈ ഗ്രാഫ്, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തു ശരി, എന്നാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന ആ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇവിടെ വേറൊരു എഡ്ജ് കാണാനില്ല അല്ലേ? അപ്പോൾ ഈ ഗ്രാഫ് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണോ? അല്ല. കാരണം നമ്മളിവിടെ പറഞ്ഞ ഈ 2 ഗ്രാഫ്, അതായത് നേരത്തെ പറഞ്ഞ 2 ഗ്രാഫ്, അതായത് ഈ 2 ഗ്രാഫും നമ്മുടെ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണ്. ബട്ട് ഈ ഗ്രാഫ് G3 എന്ന നൊട്ടേഷൻ ഇട്ടിരിക്കുവാണേ. ഈ G3 എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണോ? അല്ല. കാരണം അതിലൊരു എഡ്ജ് കാണാനില്ല. നമ്മൾ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എഡ്ജ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, അത് കറക്റ്റാണ്. ബട്ട് CE എന്ന എഡ്ജ് ഇവിടെ കാണുന്നില്ല, മിസ്സിങ്ങാ. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ട കാരണം. നമ്മൾ അതിൻ്റെ റീസൺ എങ്ങനെ കൊടുക്കണം? ദ വേർട്ടിസസ് C and E, അതായത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ഓഫ് G. ദ വേർട്ടിസസ് C and E ആർ ഇൻ G. അതവിടെ കിടപ്പുണ്ട്. CE അവിടുത്തെ എഡ്ജ് കാണുന്നില്ല, പകരം അതിൻ്റെ വെർട്ടെക്സും അവിടെ കിടപ്പുണ്ട്. ആ എഡ്ജ് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ആ വെർട്ടെക്സും പോകണ്ടേ? അപ്പോൾ ബട്ട് ദ എഡ്ജ് CE ഓഫ് G ഇസ് നോട്ട് പ്രസൻറ്റ്. ആ ഗ്രാഫ് അവിടെ CE എന്ന എഡ്ജ് അവിടെ മിസ്സിങ് ആണ്. ഇവിടെ CE എന്ന വെർട്ടെക്സ് ഉണ്ട്, പക്ഷേ ആ എഡ്ജ് മിസ്സിങ് ആണ്. അതുകൊണ്ട് ഇത് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് അല്ല, ഈസ് നോട്ട് ആൻ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഇപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് ഈ ഗ്രാഫിനെ നമുക്ക് G എന്ന് എടുക്കാവേ. G = V, E, A, B, C, D, E
ഈ ഗ്രാഫിൽ. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തായിരിക്കാം, നമ്മളൊരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത്, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കുറേ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കറസ്പോണ്ടിങ് എഡ്ജും റിമൂവ് ചെയ്ത് കളയണം. അതാണ് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്, മറക്കരുതേ. അപ്പോൾ ABCDE ഡി എന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ എന്തായിരിക്കും ഗ്രാഫ്? സി, ഡി എന്ന വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് DE എഡ്ജും പോകണം. അപ്പോൾ അത് ഈ ഗ്രാഫാണ് അല്ലേ. ഡി എന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിന് പോകുന്ന ആ എഡ്ജ് റിമൂവ് ചെയ്ത് കളയണം. പക്ഷേ ഈ വെർട്ടെക്സ് ഇവിടെ തന്നെ കാണും. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫാണ്. ഇനി സപ്പോസ് ഞാൻ എന്ന വെർട്ടെക്സ് ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെയാണ് പോകേണ്ടത്? DE എന്ന എഡ്ജും പോകണം, CE എന്ന എഡ്ജും പോകണം. അപ്പോൾ ബാക്കി വരുന്ന ഗ്രാഫ് ഏതാ? ABC. ഇതും ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫാണ്. ഇനി അടുത്ത ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ABCDE. പക്ഷേ ഇവിടെ എഡ്ജ് ഏതാണ്? എല്ലാ വെർട്ടെക്സും ഉണ്ട്, എല്ലാ വെർട്ടിസസും ഉണ്ട്. ബട്ട് എഡ്ജസോ ഒരു എഡ്ജ് ഇവിടെ കാണുന്നില്ല. ഏത് എഡ്ജാ? CB എന്ന ഒരു എഡ്ജ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് ഇൻഡ്യൂസ്ഡ് ആണോ? അല്ല അല്ലേ. ഇവിടെ നോക്കുമ്പോൾ എല്ലാ വേർട്ടിസസും ഉണ്ട്, ABCDE എല്ലാ വേർട്ടിസസും ഉണ്ട്. ബട്ട് വൺ എഡ്ജ് ഇസ് മിസ്സിങ്. ആ എഡ്ജ് കൂടി പോകണമെങ്കിൽ എൻ്റെ കൂടെയുള്ള വെർട്ടെക്സും പോകണ്ടേ? പക്ഷേ ഇവിടെ അത് ഇൻഡ്യൂസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രാഫാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്? ഇതിൽ 4 ഗ്രാഫ് ഇവിടെ ഉണ്ട്. 4 ഗ്രാഫ് എടുത്തതിൽ ഇവിടെ D എന്ന വെർട്ടെക്സ് പോയപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു എഡ്ജ് പോയി. ഇവിടെ E എന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെയുള്ള 2 എഡ്ജസ് പോയി. പക്ഷേ ഇവിടെ വേർട്ടിസസ് എല്ലാം ഉണ്ട്, ബട്ട് എഡ്ജസ് പോയിട്ടുണ്ട്. എഡ്ജസ് ഇവിടെ കാണുന്നില്ല, ഇവിടെയും ഒരു എഡ്ജ് കാണുന്നില്ല. എന്നാൽ നമ്മൾക്ക് എന്ത് പറയാം? G1ഉം G2ഉം ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണ്. എന്നാൽ G3, G4 ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ആണോ? അല്ല. G3, G4 ഇസ് നോട്ട് ആൻ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. കാരണം എന്താ? BC അവിടെ നോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് അവിടെ എന്തായാലും ഈ വെർട്ടെക്സ് അവിടെ വന്നാൽ ആ എഡ്ജ് അവിടെ വേണം. CE എന്താണ്? ഇസ് ഓൾസോ നോട്ട് connected. Now here some properties ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ സബ് ഗ്രാഫ്. ഇതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ V1ഉം നമ്പർ ഓഫ് വേർട്ടെക്സ് ഇൻ Vയും സെയിം ആണ്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ E1ഉം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ Eയും രണ്ടും സെയിം ആണെങ്കിൽ അത് ഏത് ഗ്രാഫ് ആയിരിക്കും? ഒറിജിനൽ ഗ്രാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഒറിജിനൽ ഗ്രാഫ്? തന്നെ എന്താണ്? സബ് ഗ്രാഫ്. ഇനി എ സബ് ഗ്രാഫ് ഓഫ് എ സബ് ഗ്രാഫ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. ഒരു ഗ്രാഫ് എടുത്തു, നമ്മൾ ഒരു സബ് ഗ്രാഫ് ആദ്യം വരച്ചു. G എന്ന ഒരു ഗ്രാഫിൽ നിന്ന് H എന്ന ഒരു സബ് ഗ്രാഫ് ആദ്യം നമ്മൾ വരച്ചു. എന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് തന്നെ, അതായത് Hൽ നിന്ന് വേറൊരു സബ് ഗ്രാഫ് നമ്മൾ H1 വരയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ H1 Gക്ക് സബ് ഗ്രാഫ് ആയിരിക്കുമോ? ഉറപ്പായിട്ടും ആയിരിക്കും. കാരണം എ സബ് ഗ്രാഫ്, അതായത് ഇത് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സബ് ഗ്രാഫ് H1 ഓഫ് എ സബ് ഗ്രാഫ് H ഈസ് ഓൾസോ എ സബ് ഗ്രാഫ് ഓഫ് G. അങ്ങനെയാണെങ്കിൽ H1 Gയുടെ സബ് ഗ്രാഫ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ Gക്ക് 2 സബ് ഗ്രാഫ് ഉണ്ടാവും, ഒന്ന് H, മറ്റൊന്ന് H1. ഇനി എ സിംഗിൾ വേർട്ടെക്സ് ഇൻ എ ഗ്രാഫ് G ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. ഒരു സിംഗിൾ വേർട്ടെക്സ് മാത്രം വന്നാൽ അതൊരു സബ് ഗ്രാഫ് ആണോ? ആണ്. അതൊരു സിംഗിൾ സബ് ഗ്രാഫ് ആണ്. ഇനി ഒരു സിംഗിൾ എഡ്ജ് ഉണ്ടെങ്കിൽ ടുഗദർ വിത്ത് ഇറ്റ്സ് എൻഡ് വേർട്ടിസസ്, ആ ഒരു സിംഗിൾ എഡ്ജ് വിത്ത് എൻഡ് വേർട്ടിസസ് വന്നാൽ അതും ഒരു സബ് ഗ്രാഫ് ആണോ? ആണ്. അതും ഒരു സബ് ഗ്രാഫ് ആണ്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. കാരണം എന്താണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുമായിട്ട് ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഏതൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് സബ് ഗ്രാഫ് നോക്കി, ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് നോക്കി. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിൻ്റെ കൂടെ നമ്മൾ 1-2 എക്സാമ്പിൾസ് നോക്കി, പിന്നെ സബ് ഗ്രാഫ് നോക്കി. അതുകൂടാതെ സ്പാനിങ് സബ് ഗ്രാഫും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ വേർട്ടിസസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, ബട്ട് എഡ്ജസ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വെർട്ടെക്സ് നമ്മൾ ഒരു ഗ്രാഫ്, അതായത് ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുവാണെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന്
നിന്ന് പോകുന്ന കറസ്പോണ്ടിങ് എഡ്ജസും ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ ബാക്കി വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. അപ്പോൾ സബ് ഗ്രാഫ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കി. അതുകൂടാതെ നമ്മൾ 1-2 എക്സാമ്പിൾസും കൂടി നോക്കി. മെയിനായിട്ട് നമ്മൾ പീറ്റർസൺ ഗ്രാഫിൻ്റെ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഐസോമോർഫിസമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അടുത്ത ക്ലാസ് എന്താ, ഐസോമോർഫിസം എപ്പോഴാണ് ഇടുന്നത്, ഐസോമോർഫിസം പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഐസോമോർഫിസമാണ്. അത് ഏറ്റവും അവസാനം പഠിപ്പിക്കാനിരുന്നതാണ്. ഐസോമോർഫിസം ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്സ് ആയിരിക്കും അടുത്ത വീഡിയോ. ഓക്കെ, താങ്ക് യു.